ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നെക്സൺ എക്സ്പീരിയൻസ് ആയിട്ടാണ്. ഇരിക്കുന്ന എൻ്റെ ഫ്രണ്ടാണ്, അവൻ്റെ പേര് സന്ദീപ് എന്നാണ്. അപ്പോൾ ഞങ്ങൾ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കയ്യിൽ ഒരു നെക്സൺ ഉണ്ട്, അറൌണ്ട് 40,000 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. അപ്പോൾ ഒരു 3 year ആയി വണ്ടി പർച്ചേസ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ്. സോ മൈ നെയിം ഈസ് അഭിജിത്ത് രാമചന്ദ്രൻ, അലോങ് വിത്ത് മീ മിസ്റ്റർ സന്ദീപ്. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ സന്ദീപ്, നമ്മൾ പരിചയപ്പെടുന്നത് അറൌണ്ട് 2-3-4 years ബാക്കാന്ന് തോന്നുന്നത്. അപ്പൊ ആ സമയത്ത് നിന്റെ ഒരു വാഗണർ ഉണ്ടായിരുന്നു, ആ ഒരു പഴയ, അത് ഏത് മോഡൽ വാഗണറായിരുന്നു? അത് 2012 മോഡലാണ്. 12 മോഡൽ വാഗണർ. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. നല്ല ഫ്യൂൽ എഫിഷ്യന്റ് ആയിരുന്നു, അതുപോലെ തന്നെ അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള വണ്ടിയായിരുന്നു. അതിപ്പോ അറൌണ്ട് 15 years കംപ്ലീറ്റ് ചെയ്തിട്ട് റീ രജിസ്ട്രേഷൻ ഉള്ള അതിന്റെ പ്രൊസീജിയേഴ്സ് നടക്കുകയാണ്. അപ്പോൾ പുള്ളിയുടെ ഫാദറിന്റെ വണ്ടിയായിരുന്നത്. നമുക്ക് ഒരുപാട് മെമ്മറീസ് ഉള്ള ഒരു വണ്ടിയായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ആണ് പുള്ളി പുതിയൊരു വണ്ടി എടുക്കണ ഒരു ഡിസിഷൻ എടുക്കുന്നതും. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് നാൾ ഇവിടെ അവൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ എൻ്റെ കുറച്ച് തിരക്കുകൾ കഴിഞ്ഞ് വന്ന സമയത്ത് പുള്ളി ഒരു വണ്ടി ഫിക്സ് ചെയ്തു, വിച്ച് ഇസ് എ നെക്സൺ. അപ്പോൾ ആ സമയത്ത് അതിന്റെ വേരിയൻസിനെ പറ്റിയോ അങ്ങനെയൊന്നും ഒരുപാട് അറിവുകളോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പുള്ളി പോയി വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, ഇഷ്ടപ്പെട്ടു, സ്പോട്ടിൽ ബുക്ക് ചെയ്തു. സോ അത്രയും എമർജൻസി ആയിട്ട്, അല്ലെങ്കിൽ വളരെ പെട്ടെന്നായിരുന്നല്ലോ ബുക്കിങ്. നമ്മള് ശരിക്കും പറഞ്ഞാല് ഒരു 2022 ഞാൻ നെക്സോൺ എടുക്കുന്നത്. ആ സമയത്ത് കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, വെന്യൂ ഉണ്ടായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പാക്ട് SUV ആയിരുന്നു ആ സമയത്ത് നോക്കിയത്. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ബ്ലാക്കിനോട് ഒരു അട്രാക്ഷൻ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഒരു ഫുള്ളി ഒരു ബ്ലാക്ക്, അതായത് ഇന്റീരിയർ ബ്ലാക്ക് വരുന്നു, സെൻട്രൽ കൺസോൾ ബ്ലാക്ക്, ഫുൾ നെക്സോണിന്റെ ബാഡ്ജിങ് വരെ ബ്ലാക്ക്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡിന്റെ ബാഡ്ജിങ് തന്നെ ബ്ലാക്ക് വരുന്ന ഒരു വണ്ടി ഇല്ലായിരുന്നു ആ സമയത്ത്. ഇപ്പോഴാണ് എല്ലാം നൈറ്റ് എഡിഷൻ, ഡാർക്ക് എഡിഷൻ കുറെ ഇറങ്ങുന്നത്. അപ്പൊ എനിക്ക് ആ വണ്ടിയോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നി. അപ്പൊ എനിക്ക് ഞാൻ എന്നിട്ട് ബാക്കി റിവ്യൂസും ഇതൊക്കെ നോക്കിയപ്പോഴത്തേക്ക് എല്ലായിടത്തും പറയുന്നത് സസ്പെൻഷൻ വൈസ് നോക്കുവാണെങ്കിലോ, അല്ലെങ്കിൽ ബാക്കിൽ ഇരിക്കാൻ പറ്റുന്ന സുഖം വെച്ച് നോക്കുവാണെങ്കിലോ, ഇൻ കമ്പാരിസൺ നമ്മൾ ചെയ്തപ്പോ മഹേന്ദ്രയായിട്ട് ഞാൻ ചെയ്തു. അന്ന് മഹേന്ദ്ര ആയിരുന്നു കുറച്ചുകൂടെ മുന്നില്, അതിന്റെ XUV 300. അപ്പൊ അതായിരുന്നു ആക്ച്വലി എന്താ പറയാ, ഈ പറഞ്ഞ സസ്പെൻഷൻ വൈസ് നോക്കുവാണെങ്കിൽ, പിന്നെ ബ്രേക്സിന്റെ കേസ് വരികയാണെങ്കിൽ ഡിസ്ക് ബ്രേക്ക് ആയിരുന്നു 4. അങ്ങനെയൊക്കെ കുറെ കമ്പാരിസൺ. നമുക്ക് അന്ന് വലിയ വണ്ടിയെ കുറിച്ച് വലിയ ഇതില്ല, പക്ഷെ നമുക്ക് ആകെ ഉള്ള ഒരു വാഗനാർ ആയിരുന്നു. അപ്പൊ അതിനകത്ത് നമുക്ക് ഓടിച്ചു വരുമ്പോ പരിചയം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ഓരോ റിവ്യൂസ് കാണുക, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാല്, കമ്പാരിസൺ ഒക്കെ കുറെ ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി ബെസ്റ്റ് ആ സമയത്ത് കോമ്പാക്ട് XUV അല്ല, XUV 300 ആയിരുന്നു. പക്ഷെ എനിക്ക് അതിന്റെ ഡിസൈൻ വൈസ് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നില്ല. എക്സ്റ്റീരിയർ കുഴപ്പമില്ല, ഇന്റീരിയർ ഭയങ്കര മോശമായിരുന്നു. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഓപ്ഷൻ നെക്സോൺ ആണ്. അതായത് ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ ഈ സസ്പെൻഷന്റെ കാര്യത്തിൽ എല്ലാരും കമ്പാരിസൺ ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര അടിപൊളി സസ്പെൻഷൻ അടിപൊളിയാണ്. അതിപ്പോ നെക്സൺ മാത്രമല്ല, താഴേക്കുള്ള വണ്ടി നോക്കിയാലും അടിപൊളി സസ്പെൻഷൻ ആണ്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ അതെല്ലാം നോക്കി. പിന്നെ എന്താ പറയാ, പെർഫോമൻസ് വൈസ് ആണെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം മോശമില്ലാത്ത ഇതാണ്. മെയിൻലി അവരുടെ സേഫ്റ്റി. ആ സമയത്ത് സേഫ്റ്റിക്ക് ഒരു പ്രയോറിറ്റി ഭയങ്കര കൂടുതലാണ്. ടാറ്റയാണ് ആക്ച്വലി ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ടിയാഗോ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് തൊട്ട് സേഫ്റ്റി അവരൊരു മെയിൻ ഫാക്ടർ ആയിട്ട് ഫ്രണ്ടിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെ, ആ സമയത്ത് ഭയങ്കരമായിട്ട് ഒരു സേഫ്റ്റി. അപ്പം വീട്ടിലെങ്ങനെ നമ്മള് ടാറ്റ ഓക്കെ സേഫ് ആണല്ലോ വണ്ടി. അപ്പൊ എന്റെ അച്ഛനൊക്കെ ടെൻഷൻ ഉള്ള കൂട്ടിലാണ് പുറത്തോട്ട് വണ്ടിയായിട്ട് ഇറങ്ങുന്നത്. അപ്പൊ അവർക്ക് സേഫ്റ്റി ഉള്ള കാർ എടുക്കുമ്പോൾ അവര് ഹാപ്പി ആയിരുന്നു. അപ്പൊ അതിലോട്ട് പിന്നെ നമ്മൾ എടുക്കാന്നുള്ള ഒരു ഡിസൈഡ് ചെയ്തു. എറണാകുളത്ത് അത് കഴിഞ്ഞിട്ട് നമ്മള് ഇവിടോട്ടെല്ലാം ഷിഫ്റ്റ് ചെയ്ത് മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കി. ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുമ്പോൾ നമ്മള് സാധാ നെക്സോൺ ആണ് ട്രൈ ചെയ്ത് നോക്കി. വണ്ടി ഓടിച്ച് ഇതായി, പക്ഷെ എന്നാലും ആ വണ്ടി കുഴപ്പമില്ലായിരുന്നു ഓടിക്കാൻ. നമ്മുടെ ഈ ഭാഗത്തുനിന്ന് ഓടിച്ചു നോക്കിയതാ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി ഭയങ്കരമായിട്ട്. എന്നിട്ട് അത് തന്നെ ബുക്ക് ചെയ്യാനുള്ള ഒരു ഇതിലോട്ട് പോയി. അപ്പൊ അവിടെ അപ്പൊ തന്നെ എന്റെ കൂട്ടുകാരായിട്ട് വിളിച്ചു പോയത്. അപ്പം വേറെ ഫ്രണ്ട്സ് ഉണ്ടായി. അപ്പൊ അവരായിട്ട് പോയിട്ട് ബുക്ക് ചെയ്യാനുള്ളപ്പോ അവർ കുറെ വേരിയൻസ് ഉണ്ടായി. ഈ നെക്സോണ് ഒരുപാട് ലിസ്റ്റ് ഒരു PDF എനിക്ക് എന്നപ്പോ ഭയങ്കര കൺഫ്യൂഷൻ. അപ്പൊ ഞാൻ പക്ഷെ ലിസ്റ്റുകൾ കുറെ ഉണ്ടെങ്കിലും ഡാർക്ക് എഡിഷൻ ആയിരുന്നു നമ്മുടെ മെയിൻ സാധനം. ഡാർക്ക് എഡിഷനകത്ത് 3 വേരിയൻസേ ഉള്ളൂ. ഡാർക്ക് എഡിഷൻ ഓൾറെഡി ഒരു പ്രീമിയം സെഗ്മെന്റിലോട്ടാണ് വരുന്നത്. അപ്പം അതിന്റെ ഒരു വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ലെവൽ തൊട്ടേ വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. XZ+ ആണെങ്കിൽ XZ HS+, അങ്ങനെ കുറെ വേരിയൻസ് ഉണ്ട്. അപ്പൊ എന്റെ വരുന്ന XZ+ HS ആണ്.
ആ വേരിയന്റിന് തൊട്ടാണ് സൺറൂഫ് വരുന്നത്. സൺറൂഫ്, ക്രൂസ് കൺട്രോൾ അങ്ങനത്തെ ഇതൊക്കെ വരുന്നത്. പിന്നെ ഈ ടയർ മോണിറ്ററിംഗ് സിസ്റ്റം ഈ 2022 സമയത്ത് ഈ ഫീച്ചേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കവറായി. അതായത് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, അതുപോലെ ഫോഗ് ലാംപ്സ്, ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ്, സൺറൂഫ്, ക്രൂസ് കൺട്രോൾ, അപ്പൊ ഇതെല്ലാം വരുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞപ്പം സാർ ഇത്രയൊരു, അപ്പൊ ഞാൻ സെയിൽസ് സാർ ഇത്രയും രൂപയ്ക്ക് വ്യത്യാസം ഇത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഈ ക്രൂസ് കൺട്രോൾ ഒക്കെ നമ്മൾ ലോങ് പോകുമ്പോൾ ശരിക്കും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. എസ്പെഷ്യലി നമുക്കൊരു ക്ലീൻ ഹൈവേ കിട്ടുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് കുറച്ച് ഫാസിനേറ്റഡ് ആയി അതിലോട്ട്. അപ്പോൾ നമ്മളത് എടുക്കാനുള്ള ഒരു ഡിസിഷനോട്ട് വന്നു, സാധനം എടുത്തു. 2022 ഓഗസ്റ്റിൽ ഞാൻ വണ്ടി എടുക്കുകയാണ്. ഓക്കെ, ആ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ആ സമയത്താണ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയൊക്കെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഇവനെ വിളിച്ചിട്ടുണ്ട്, ഇവിടെ ഗ്രാൻഡ് വിറ്റാര വരുന്നുണ്ട്, കുറച്ചുകൂടെ ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ടുള്ള വണ്ടിയായിരിക്കും നമുക്ക്. ലൈക്ക് മാരുതി കൊണ്ടുവന്ന സമയത്ത് ആ ഇവന്റെ കയ്യിൽ വാഹനം ഉണ്ടായിരുന്ന സെയിം സമയത്ത് എനിക്കൊരു ഓൾട്ടോ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നമുക്ക് ആക്ച്വലി ഒരു ഫ്യൂൽ എഫിഷ്യൻസി ഒരു പ്രശ്നമല്ല. നമ്മൾ ബൈക്ക് എടുത്ത് പോകുന്ന എല്ലായിടത്തും കാർ എടുത്ത് പോകുന്നു. ഷോർട്ട് ട്രിപ്സ് ആണെങ്കിൽ പോലും നൈറ്റ് ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും വെറുതെ കാക്കനാട് ഇറങ്ങി ചായ കുടിക്കാനായിട്ട് കാർ കൊണ്ട് പോകുന്നു. ഇവിടുന്ന് നേരെ നേരുമംഗലം ഇഞ്ചത്തൊട്ടിയൊക്കെ പാതിരാത്രി പോകുന്നു, എയർപോർട്ട് കാണാൻ പോകുന്നു. ഇങ്ങനെ ഷോർട്ട് ആൻഡ് ട്രിപ്സ് എല്ലാം ഈ പറഞ്ഞ പോലെ ചെറിയ വണ്ടികളായതുകൊണ്ട് ഫ്യൂൽ എഫിഷ്യൻസി നമുക്കൊന്നൊരു പ്രശ്നമേ അല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ആലോചിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ടുള്ള വണ്ടി വരുന്നത് മാരുതിയുടെ ഭാഗത്തുനിന്ന് കൂടുതലൊരു കുറച്ചുകൂടെ അവരുടെ ഒരു ഹൈ പ്രയോറിറ്റി ആയിട്ട് വരുന്ന വണ്ടിയാണ്. അപ്പൊ അതോടെ നോക്കാമെന്നുള്ള രീതിക്ക് അവൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. പക്ഷെ നെവർ മൈൻഡ്, പുള്ളി സ്പോട്ടിൽ ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എത്ര സമയം എടുത്തു? ഒരു 2 മാസത്തിനുള്ളിൽ എനിക്ക് വണ്ടി കിട്ടി. 1 മാസത്തിനുള്ളിൽ വണ്ടി കിട്ടി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞപ്പോ തന്നെ വണ്ടി കിട്ടി. എന്ന് വെച്ചാൽ ഓൾറെഡി യാർഡിൽ വന്ന് ഒരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി അത് ബുക്ക് ചെയ്തിരുന്ന ആളത് ഇതായിപ്പോയി. അവര് പിന്നെ ആക്ച്വലി ബാക്കിലോട്ട് പോയി. അപ്പൊ നമുക്ക് ഓൾറെഡി ഒരു ഡാർക്ക് എഡിഷൻ ഞാൻ പറഞ്ഞ അതേ മോഡൽ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഓഗസ്റ്റ് തന്നെ വണ്ടി ഡെലിവറി ആയി. എത്രയായിരുന്നു കറക്റ്റ് ഓൺ റോഡ് പ്രൈസ്? 1344 ഞാൻ വണ്ടി എടുത്തത്. 1344 ആക്ച്വലി ആ വണ്ടിയിൽ എല്ലാ സാധനവും ഉണ്ട്. അതായത് ലിസ്റ്റ് അല്ല, അതായത് പറഞ്ഞ നേരത്തെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ഉണ്ടായി, ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് ഉണ്ടായി, പിന്നെ ഈ പറഞ്ഞ പോലെ ഫോഗ് ലാംപ്സ്, സൺറൂഫ്, ക്രൂസ് കൺട്രോൾ, ടയർ മോണിറ്ററിംഗ് സിസ്റ്റം, ലെതർ സീറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ആയിട്ടുള്ള അലോയ് വീൽസ്, പിന്നെ സിസ്റ്റം JBLന്റെ സിസ്റ്റം ഉണ്ട്. അല്ല, ഹർമാൻ ബേസിക്കലി ഹർമാന്റെ സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ 4 ട്വീറ്റേഴ്സ്, 4 സ്പീക്കേഴ്സ് എല്ലാം വരുന്നുണ്ട്. കംപ്ലീറ്റ് ഒരു പാക്കേജ് ആയിരുന്നു. ഈ ഡാർക്ക് എഡിഷനിൽ വേറൊരു കഥയുണ്ട്. ഡാർക്ക് എഡിഷൻ ആക്ച്വലി ഞങ്ങൾ ഈ വണ്ടിയായിട്ട് ഒരു ബാംഗ്ലൂർ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ബാംഗ്ലൂർ ട്രിപ്പ് ഇവിടുന്ന് റോഡ് ട്രിപ്പ് ആയിട്ട് പോകാന്ന് പറഞ്ഞ് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് പോയിട്ട് തിരിച്ചു വന്നു. അപ്പം വണ്ടി ആക്ച്വലി ഭയങ്കര കംഫർട്ടായിരുന്നു. ആ സമയത്താണ് ഈ ഒരു ഓൾട്ടോ കേട്ടണെന്ന് ഞാനൊരു അപ്ഗ്രേഡ് നോക്കുന്നത്. എനിക്ക് ആക്ച്വലി ഇവന്റെ ഈ ഒരു ബ്ലാക്ക് ബ്രാൻഡ് കണ്ടിട്ട് ഇവൻ ആ സമയത്ത് വണ്ടിയൊക്കെ ഒന്ന് പോളിഷ് ഒക്കെ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നെക്സന്റെ ബേസിക്കലി മുമ്പുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു നമ്മുടെ ഒരു ഷോൾഡർ ലൈൻ പുറത്തുനിന്ന് നോക്കുമ്പോൾ എക്സ്റ്റീരിയർ ഷോൾഡർ ലൈൻ ആയിക്കൂടെ ഒരു വൈറ്റ് സ്ട്രിപ്പ് പോകുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര അതെ. അപ്പൊ അതൊക്കെ മാറി ഈ ബ്ലാക്ക് വന്നപ്പോഴത്തേന് ഈ കഴുകിയിടുന്ന സമയത്ത് ആക്ച്വലി ലുക്സ് അമേസിങ്, അടിപൊളി ലുക്കാണ്. അപ്പോ വേറൊരു വണ്ടി നോക്കാം, വേറൊരു വണ്ടി നമ്മൾ നോക്കുമ്പോഴത്തേനും എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിക്ക് നോക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു കൈകളിലേക്ക് വരുന്നത്. ആക്ച്വലി ഞാനൊരു ഹൈവേ ടെസ്റ്റ് ഡ്രൈവ്, ഇതേപോലെ തന്നെ ഒരു ഹൈവേ ടെസ്റ്റ് ഡ്രൈവിന്റെ ഒരേ ഒരു അടിസ്ഥാനത്തിലാണ് ആ വണ്ടിയിലേക്ക് പോകുന്നത്. ആക്ച്വലി അതിന്റെ ഒരു ടർബോ പെട്രോളിന്റെ പവറും ഉണ്ട്. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി. ഞാൻ പോയി നോക്കുമ്പോൾ ഇതിനുണ്ട് ഒരു ബ്ലാക്ക് വേരിയന്റ്, അതിന്റെ താഴെ ഒരു ടർബോ എന്നുള്ള ഒരു സ്ട്രിപ്പ് ഒക്കെ ആയിട്ട്. ശരി, സ്പോട്ടിൽ ബുക്ക് ചെയ്ത് വണ്ടി ഇറക്കി. പിന്നെയാണ് ആ സത്യം മനസ്സിലായത്, ഈ കഴുകിയിടുന്ന സമയത്ത് മാത്രമാണ് ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ബ്ലാക്ക് കാർ വൃത്തിയായിട്ട് സൂക്ഷിക്കണേ, പുറത്തോട്ട് ഇറക്കരുത്, വീടിനകത്തേക്ക് ഇടുക. ഇപ്പൊ മറ്റേ ഞങ്ങള് ഇവനിപ്പോ മറ്റേ ഇതൊക്കെ കഴുകാനുള്ള സംഭവമൊക്കെ പ്രഷർ വാഷറൊക്കെ സ്വന്തമായിട്ട് മേടിച്ചു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. ബ്ലാക്ക് ആക്ച്വലി എന്തൂസിയാസ്റ്റുകൾ വാങ്ങുന്ന വണ്ടിയൊക്കെ ആണെന്ന് നമ്മളെ രണ്ടുപേരും വണ്ടികൾ വാഷ് ചെയ്യാൻ പോയ സമയത്ത് ഒരു ചേട്ടൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് കഴുകി ഇതാക്കാനുള്ള. അപ്പം അതങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോ പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടൊരു ടർബോ പെട്രോൾ? നിനക്ക് ആക്ച്വലി നല്ല ഓട്ടോ ഉണ്ട്. ഈ ഒരു 40,000 കിലോമീറ്റേഴ്സിൽ കൂടുതൽ ഓട്ടോ നീ കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് ഇയർ തന്നെയാണെന്ന് തോന്നുന്നത്. കൂടുതൽ ഓട്ടോ ഫസ്റ്റ് ഇയർ തന്നെയാണ്. കുറെ ട്രിപ്സ് പോയി, പിന്നെ വീട്ടിലൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടും. നിനക്ക് ഡീസൽ ഒപ്റ്റിയായിരുന്നു, ഡീസൽ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു ടർബോ പെട്രോളിലേക്ക് പോയത്? ശരിക്കും പറഞ്ഞാൽ ഡീസൽ ഞാൻ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം വിചാരിച്ചു നമ്മൾ ഇത്രയും വലിയിട്ട് ഓടത്തില്ല എന്ന് ചോദിച്ചു. നമ്മള് കാർ എടുത്തു കഴിഞ്ഞാല് നമ്മൾ വിചാരിച്ചു ലോക്കൽ ഓട്ടം അങ്ങനെയൊക്കെയുള്ള ഇതിൽ മാത്രമേ നമ്മൾ വണ്ടി എടുക്കുള്ളൂ എന്ന് വിചാരിച്ചു. പിന്നീടാണ് കാർ എടുത്തു കഴിഞ്ഞപ്പോ നല്ലതായിട്ട് ഓടിക്കാൻ തുടങ്ങി. അതായത് ഫസ്റ്റ് ഇയറിൽ കുറെ ട്രിപ്സ് പോയി, കേരള അപ്പുറം എല്ലാം പോയി. അതായത് ആന്ധ്ര, ബാംഗ്ലൂർ, ചെന്നൈ എല്ലാം പോയി.
അപ്പൊ ഇതെല്ലാം പോയപ്പോ ശരിക്കും പറഞ്ഞാല് എനിക്ക് പിന്നീട് ഞാൻ ആലോചിച്ചു പോയപ്പോ ഡീസൽ എടുത്താൽ മതിയായിരുന്നു എന്നുള്ളൊരു റിഗ്രറ്റ് എനിക്കുണ്ട്. എന്ന് വെച്ചാൽ ഇത്ര ഓട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഡീസൽ എടുത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മൈലേജ് കിട്ടി, എഫിഷ്യൻസി, പിന്നെ കുറച്ചുകൂടെ പവർ ഇതിനേക്കാളും കിട്ടിയത് 250 ആ ഒരു ടോർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു എന്നാലും ടർബോയ്ക്ക് നമ്മളിപ്പം സിറ്റി സ്പോർട്സ് മോഡ് ഇടുവാണെങ്കിൽ നമുക്ക് ആക്ച്വലി ആ ഒരു ഫീൽ ചെയ്യാം, ടർബോ ഫീൽ ചെയ്യാം. പക്ഷെ എന്നാലും ഡീസൽ എടുത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഹാപ്പി ആയിരുന്നേനെ. പക്ഷെ അതൊരു നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു. അതേ മിസ്റ്റേക്ക് ഞാനും റിപ്പീറ്റ് ചെയ്തു. അപ്പൊ ഈ പറഞ്ഞ 2 വണ്ടികളിലും ആക്ച്വലി 3 മോഡലുണ്ട്. എക്കോ, നോർമൽ, സ്പോർട്സ് മോഡലുണ്ട്. പക്ഷെ 99 സിറ്റി സ്പോർട്സ് നെക്സലും എനിക്കാണെങ്കിൽ എക്കോ, നോർമൽ, സ്പോർട്സ്. അപ്പൊ ഈ 99% സമയത്തും ഈ വണ്ടികൾ രണ്ടും എക്കോ മോഡിൽ തന്നെയാണ്. ഞാൻ ഇങ്ങനെ ഒരു ലൈക്ക് ഈ ഫ്യൂൽ എഫിഷ്യൻസി കാണുമ്പോൾ സിറ്റിയിലൊക്കെ എനിക്ക് 7-8 ആ റേഞ്ചാണ്, ഇവനും അങ്ങനെയാണ്. അപ്പൊ നമ്മള് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ ഹൈവേയിലൊക്കെ പോയി ഒന്ന് സ്പോർട്സ് ഇട്ട് ഒന്ന് തിരിപ്പിക്കും. അപ്പോഴാണ് നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. നമ്മൾ ഇത്രയും നാൾ ഈക്കോ ഇട്ട് ഓടിച്ച് പിന്നെ നമ്മളൊരു സ്പോർട്സ് മോഡിലോട്ട് ഇടുക. സോ ഓക്കെ, അപ്പൊ വണ്ടി എടുത്ത് ഇത്രയോ നാള് ഓടി, എങ്ങനെയാണ് ഓവറോൾ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വണ്ടിയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എങ്ങനെയാ? നമ്മൾ ശരിക്കും പറഞ്ഞ ഇപ്പൊ എന്ത് തുറന്നാലും ടാറ്റയെ കുറിച്ചുള്ള ഒരു ഡീഗ്രേഡിങ് എപ്പോഴും നമ്മള് ഒരു ഇന്ത്യൻ ബ്രാൻഡ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാരും കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് വെച്ചാൽ നമുക്ക് റീസെയിൽ വാല്യൂ കുറവാണ്. അപ്പൊ ആൾക്കാര് എപ്പോഴും ടാറ്റയ്ക്ക് നല്ല ഹേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ ഫാൻസ് ഉണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു 80% ഫുള്ളി സാറ്റിസ്ഫൈഡ് റിഗാർഡിങ് വെഹിക്കിൾ. അതായത് വണ്ടി 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷം 3 years കഴിഞ്ഞു, ഇപ്പോഴും വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. വണ്ടിയായിട്ട് ഒരു പ്രശ്നം എനിക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, റോഡിൽ കിടത്തിയിട്ടില്ല. കുറെ നെക്സോൺ അല്ലെങ്കിൽ കുറെ ടാറ്റ വണ്ടി വെച്ച് കംപ്ലൈൻസ് ഉണ്ട്. ഈ ആക്സിലേഷൻ ഡ്രോപ്പ് ഉണ്ടാകുന്ന വെച്ചിട്ട് ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഈ ആക്സിലേഷൻ ഡ്രോപ്പ് നമ്മൾ ചവിട്ടി പിടിച്ചാലും വണ്ടി മൂവ് ചെയ്യത്തില്ല. ഇപ്പോഴും ഒരു 80+ കഴിഞ്ഞാൽ വണ്ടി നീങ്ങത്തില്ല. എത്ര ആക്സിലേഷൻ ചവിട്ടിയാലും വണ്ടി എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇന്നുവരെ വന്നിട്ടില്ല. വേറെ കുറെ കംപ്ലൈന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതായത് എന്താ പറയാ, വണ്ടി ഇടയ്ക്ക് വെച്ച് റോഡ് വെച്ച് നിൽക്കുക, നെക്സോൺ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്, ടിയാഗോ കയറ്റത്തിൽ കയറുന്നില്ല, അങ്ങനെ കുറെ ഇഷ്യൂസ് ഞാൻ എല്ലാം കാണുന്നുണ്ട്. ടിയാഗോ കാറാത്ത മേ ബി പവർ കുറഞ്ഞായിരുന്നു, പക്ഷെ എന്നാലും വേറെ കുറെ ടാറ്റയുടെ കാർസിന് ഞാൻ കംപ്ലൈന്റ്സ് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെയായിട്ടും എന്റെ വണ്ടിക്കായിട്ട് കംപ്ലൈന്റ്സ് ഒന്നുമില്ല. മേ ബി ഡിഫറെന്റ് ബാച്ചസിന് ഡിഫറെന്റ് രീതിയിലായിരിക്കും. ഓരോ ബാച്ചസിൽ ഞാൻ ഈ വീഡിയോസ് ഇടുന്ന ഒരു കള്ളം പറയുന്നല്ല പറയുന്നത്, ഓരോ ബാച്ചിലും ഓരോ രീതിയിലാണ് വരുന്നത്. അപ്പൊ എന്റെ ബാച്ചിൽ വന്ന എന്റെ വെഹിക്കിളിന് ഇതുവരെ ഇപ്പം 3 years കഴിഞ്ഞു, ഇതുവരെ ഒരു കുഴപ്പമില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാല് ഈ 20%, 80%, 20% എന്ന് വെച്ചാൽ സർവീസ്. സ്റ്റിൽ ഒരു നല്ലൊരു ടാറ്റയുടെ സർവീസ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞ ഈ 20% ഈ 80% ശരിക്കും പറഞ്ഞാൽ ഓവർടേക്ക് ചെയ്യും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 20% വെരി ഇമ്പാക്ട് ആണ്. അപ്പൊ നമ്മൾ ഈ 80% നമുക്ക് വണ്ടി തരുന്ന ഒരു ഹാപ്പിനെസ് നമുക്ക് ഈ 20% കാരണം ഇതായിപ്പോകും. ഓക്കെ, ഇത് നേരെ തിരിച്ചാണ് എൻ്റെ കാര്യം. എൻ്റെ ആക്ച്വലി ഞാൻ അടുത്ത സമയത്ത് എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ടെസ്റ്റ് ഡ്രൈവിന്റെ ഒരു ഇതിൽ മാത്രം എനിക്ക് ആക്ച്വലി നോക്കാനായിട്ട് കമ്മ്യൂണിറ്റികളിൽ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഇതൊന്നും ചെക്ക് ചെയ്തില്ല. ഞാൻ വാല്യൂ ഫോർ മണി പ്ലസ് എൻ്റെ ഒരു മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ ഒരു കോമ്പാക്ട് SUV. ഞാൻ ആക്ച്വലി ആ സമയത്ത് ഫസ്റ്റ് ഉണ്ടായിരുന്ന എൻ്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഏറ്റവും ടോപ്പിൽ ഉണ്ടായിരുന്നത് ഇഗ്നിസ് ആയിരുന്നു. പക്ഷെ ഇഗ്നിസ് ഒക്കെ നമ്മളെ ആ ബാംഗ്ലൂർ ട്രിപ്പോട് കൂടിയിട്ട് മൊത്തം മാറ്റിയിട്ട് ഞാനൊരു കോമ്പാക്ട് SUV എടുത്ത് പ്ലേസ് ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് മാഗ്നൈറ്റ് പോയി നോക്കിയപ്പോൾ എനിക്ക് സെൻട്രൽ കൺസോൾ നോക്കുമ്പോൾ അതിലൊന്നുമില്ല, ജസ്റ്റ് ഒരു ബ്ലാങ്ക് സാധനം. അതിന്റെ CVT ഓടിച്ചാൽ CVT ഓടിക്കാൻ അടിപൊളിയാണ്, പക്ഷെ ഈ പറഞ്ഞ പോലെ സെൻട്രൽ കൺസോളിലൊന്നും ബെസ്റ്റ് CVT ടർബോ അത്യാവശ്യം നമ്മുടെ റബ്ബർ ബാൻഡ് എഫക്ട് ഒക്കെ ഒരു പരിധി വരെ അവർ കുറച്ചിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ എന്നാലും ഞാൻ മാഗ്നൈറ്റ് ഒരു 90% ഉറപ്പിച്ചു, നമുക്ക് കയ്യിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണല്ലോ എന്ന്. പിന്നെ പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, നീ ഇതോടെ ഒന്ന് പോയി നോക്കാം, ഇത് രണ്ടും സിബ്ലിംഗ് കാറുകളാണല്ലോ, അപ്പം ഇതോടെ പോയി നോക്കാൻ പറഞ്ഞിട്ട് നേരെ കലൂരുള്ള റെനോയുടെ ഷോറൂമിൽ പോയി. ആ സമയത്ത് എനിക്ക് അവിടെ ഒരു ബ്ലാക്ക് വണ്ടി ഉണ്ടായിരുന്നു, കംപ്ലീറ്റ്ലി എൻ്റെ ഇതും പോയി അത് ഫിക്സ് ചെയ്ത് വന്നവര് എനിക്ക് ആക്ച്വലി അവരുടെ ഒരു നോൺ ടർബോ ആയിരുന്നു ആദ്യം ടെസ്റ്റ് ഡ്രൈവ് വന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഈ കേട്ടൺ ഓടിക്കുന്നതിനേക്കാളും റിഫൈൻമെന്റ് ഒക്കെ കുറഞ്ഞ് ഭയങ്കര ഒരു ശോകം വണ്ടി. പക്ഷെ അത് വേണ്ടാന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ച് നെക്സ്റ്റ് ടൈം അവർ വന്നപ്പോഴത്തേനും എനിക്കിത് ടർബോ കൊണ്ടു തന്നു. അന്ന് നമ്മുടെ ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേയിൽ ഈ പറഞ്ഞ പോലെ വലിയ കട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ക്ലീൻ റോഡായിരുന്നു വണ്ടി. അവര് ഇന്റൻഷനലി അവര് സ്പോർട്സ് മോഡിട്ട് എനിക്ക് തന്നത്. കാല് കൊടുക്കുന്നു, നോക്കുമ്പോൾ വണ്ടി ജിൽ കയറുക. അപ്പൊ നല്ല റോഡായതുകൊണ്ട് എനിക്ക് റാറ്റ്ലിംഗ് നോയ്സോ അല്ലെങ്കിൽ വേറെ ഒരു ഇഷ്യൂ ഫീൽ ചെയ്തില്ല. ക്ലീൻ വണ്ടി. സോ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആക്ച്വലി ഈ വണ്ടിയെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ആൾക്കാർ പറഞ്ഞാൽ ഈ ഒരു വിലക്ക് BMW കിട്ടുമോ, ബെൻസ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു 11 lakh
50,000 അടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ആ പ്ലാസ്റ്റിക് ക്വാളിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു ബാഡ് ഓർഡർ പോയാൽ നമുക്ക് സറൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നോയ്സ് ആണ്, ഇൻസുലേഷൻ ഇല്ലെന്ന് തന്നെ പറയാം, അത്രയും കുറവാ. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഇറങ്ങുന്നതിന് സമയം അവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ക്ലാഡിംഗ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് അത് ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ വിട്ടുപോവുക. ഇത് ഈ വാഷ് ചെയ്യാൻ കൊടുക്കുന്ന ആൾക്കാർ അതിന്റെ മേളിൽ വാഷ് ചെയ്യാനായിട്ട് ഓരോ സമയവും ഞാൻ അവരുടെ അടുത്ത് പറയുമെങ്കിലും ഇത് വീണ്ടും ഒരു കയറിയേക്കും, വിട്ടുപോകും, പിന്നെ അത് ക്ലിപ്പ് ചെയ്ത് വെക്കും, ക്ലിപ്പ് ചെയ്യുമ്പോൾ വീണ്ടും വിട്ടുപോകും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ ബാറ്ററി 2 ഡൗൺ ആയിപ്പോയി, വഴി കിടത്തിയിട്ടില്ല പക്ഷെ വീട്ടിൽ തന്നെ കിടത്തിയിട്ടുണ്ട്, ബാറ്ററി ഡൗൺ ആയിപ്പോയി കൊണ്ട് കൊടുക്കുക. അതുപോലെ കുറെയൊക്കെ ഈ ടയർ പ്രഷർ മൗണ്ട് സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഫോൾട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഒരു 50% ആണ് ഈ കൈഗർ ഓക്കെ ആയിട്ടുള്ളൂ, അത് ആ ഒരു ടർബോ പെട്രോൾ എഞ്ചിന്റെ മാത്രം ഇതും പിന്നെ സ്പേസ് മാനേജ്മെന്റ്. പക്ഷെ സർവീസിൽ എനിക്ക് ഒരു തവണ മാത്രം ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇത് അവര് നന്നാക്കാൻ കൊണ്ട് കൊടുത്ത സമയത്ത് ഈ ഒരു തവണ ബാറ്ററി ഡൗൺ ആയിപ്പോയി, അത് നന്നാക്കാൻ കൊണ്ട് കൊടുത്ത സമയത്ത് അവര് ഞാൻ ഈ ഡോർ പാഡിന്റെ റാറ്റിംഗ് നോയ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അവരത് ആ ഡോർ പാഡ് ആക്ച്വലി എടുത്തൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വന്ന് വണ്ടി നോക്കിയപ്പോഴത്തേനും എന്ത് സ്ക്രൂ ഡ്രൈവർ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കുന്ന ആ മൊത്തം പാടുകൾ. ശരി, ഞാൻ എന്നിട്ട് അവരുടെ CRM വിളിച്ച് പറഞ്ഞു, അവർ പിറ്റേ ദിവസം വന്ന വണ്ടി എടുത്തിട്ട് ഡോർ പാഡ് ഫുള്ളായിട്ട് ഇത് റീപ്ലേസ് ചെയ്തു. സോ എൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ 80% സർവീസ് ഒക്കെയാണ്. പക്ഷെ ഈ വണ്ടി എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ് കട്ടിങ്ങിന്റെ ഒക്കെ നമ്മൾ കാണാത്ത രീതിയും, അതുപോലെ തന്നെ ഈ പറഞ്ഞ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലും, അതുപോലെ വണ്ടിയുടെ ടോട്ടൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ചീപ്പാ. അപ്പോൾ റെനോ കൈഗറിന്റെ പുതിയ വണ്ടി ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ഞാൻ എൻ്റെ എക്സാക്ട് കംപ്ലൈൻസ് എല്ലാം പറയാം, അതൊക്കെ നോക്കിയിട്ട് പോയി എടുത്താൽ മതി. ഇപ്പം ഈ ഒരു 40,000 കിലോമീറ്റേഴ്സ് കംപ്ലീറ്റ് ആയത് നിനക്ക് വണ്ടിയിൽ കംപ്ലീറ്റ് ഹാപ്പിയാണ്. സോ ഇതുവരെ എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടായിട്ടുണ്ടോ? മേജർ ആയിട്ട് ഉള്ള കംപ്ലൈൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ മേജർ ആയിട്ട് ഒരു കംപ്ലൈൻസ് ഉണ്ടായിട്ടില്ല. ആകെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയറിന്റെ ഒരു ഷിഫ്റ്റിങ്ങിന്റെ ഒരു, നിങ്ങൾക്ക് ഓടിച്ചു നോക്കിയിട്ട് പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ് ഗിയർ ഷിഫ്റ്റിംഗിൽ ഒരു കുറച്ച് ട്രബിൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മള് കൊടുത്തിട്ട് അവര് മാറ്റിച്ചിട്ടുണ്ട്. പക്ഷെ മാറ്റി കഴിഞ്ഞിട്ടും പിന്നീട് ആ ട്രബിൾ ഉണ്ടായില്ലേ. പിന്നെ ആ ഒരു പ്രശ്നം കാരണം പിന്നീട് ഞാൻ പിന്നെ എന്താ പറയാ വാറന്റി തന്നെ ഗിയർ ബോക്സ് മാറ്റുമായിരുന്നു. അത് മാറി കഴിഞ്ഞപ്പോഴാണ് കുറച്ചൊന്ന് ശരിയായത്. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഇതുപോലെ ഡൗൺ ആയി. പക്ഷെ ബാറ്ററി ഡൗൺ ആയത് ഞാൻ ലോങ് പോയപ്പോഴായിരുന്നു, മധുരയ്ക്ക് പോയപ്പോഴായിരുന്നു. ഞാൻ അമ്മയും അച്ഛനായിട്ട് മീനാക്ഷി അങ്ങനെ മധുരയൊക്കെ കറങ്ങാനായിട്ട് പോയപ്പോ അത്യാവശ്യം അവര് ഭയങ്കരമായിട്ട് കംഫോർട്ടായിട്ട് അതിനകത്ത് ഇരുന്നോളൂ. അവർക്ക് ഇഷ്ടപ്പെട്ട വണ്ടി. അപ്പൊ അവര് ഓക്കെ ആയിരുന്നു ട്രാവൽ ചെയ്യാൻ ഇത്രയും ദൂരം. അപ്പൊ അതിൽ പോയപ്പം പോകുന്ന വഴിക്കൊന്ന് വണ്ടി സ്റ്റോപ്പായെങ്കിലും നമ്മള് തെളി സ്റ്റാർട്ടായി. പിന്നീട് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിന് കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ വണ്ടി ബാറ്ററി ഡൗൺ ആയി. ഇപ്പൊ ബാറ്ററി ഡൗൺ ആയപ്പോൾ ഞാനത് ഫുള്ളായിട്ട് നമ്മള് എന്ത് പറഞ്ഞാലും ഇപ്പൊ എല്ലാവരും ഗൂഗിൾ ആണല്ലോ. അപ്പൊ നമ്മള് എല്ലാം സെർച്ച് ചെയ്ത് നോക്കിയപ്പോ എല്ലാ വണ്ടികൾക്കും ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് നോട്ട് ഓൺലി ടാറ്റ ബ്രാൻഡ്സ്, ബാക്കി എല്ലാ ബ്രാൻഡ്സിനകത്തും 1 വർഷം 1.5 വർഷം ആവുമ്പോ തന്നെ ഇപ്പൊ എല്ലാ വണ്ടിയുടെ ബാറ്ററി ഡിമാൻഡ്. അപ്പൊ ഇവര് അതും ഞാൻ വാറന്റി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പക്ഷെ ഉള്ള വാറന്റി തന്നെ നമ്മള് ബാറ്ററി മാറ്റുമായിരുന്നു. എക്സൈഡിന്റെ തന്നെ ബാറ്ററി അവര് മറ്റേ നേരത്തെ എന്തോ ഗ്രീനോ സംതിങ് ആയിരുന്നു, അത് റെഡ് ആക്കി. അപ്പൊ ഞാൻ ഇത് സർവീസിന്റെ കേസ് ആയിട്ട് പറഞ്ഞപ്പോ എനിക്ക് ഒരു ഓർമ്മ വന്ന ഇൻസിഡന്റ്. അതായത് ഞാൻ നമ്മുടെ എക്സ്പ്രസ് ഹൈവേ കൂടെ ഇങ്ങനെ പോവാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ട്രാഫിക് ആയ സമയത്ത് ഒരു ട്രക്കുകാരൻ എന്റെ ഈ ഗ്ലാസ്സിൽ സൈഡ് മിററിൽ വന്ന് ഇടിച്ചപ്പോ അതിന്റെ ആ ഗ്ലാസിന്റെ മേളത്തെ കവറ് താഴെ വീണിട്ട് ഈ ട്രക്കുകാരൻ എന്റെ മേളിൽ കൂടെ കേറിപ്പോയി. അപ്പൊ അത് ഒടിഞ്ഞു. ഒന്നുമില്ല, അതൊരു കവർ, അതൊന്ന് ക്ലിപ്പ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ഞാൻ നമ്മുടെ എടപ്പള്ളിയിലുള്ള ഒരു ടാറ്റ ഷോറൂമിൽ വിളിച്ചു ചോദിച്ചപ്പോ അവര് ആക്ച്വലി സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി ഈ പറഞ്ഞ പോലെ എന്താ പറയാ അത് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് മെറ്റീരിയൽ തന്നാ മതി, ഞാൻ വെച്ചോളാം, ഞാൻ ഫിക്സ് ചെയ്തോളാം. ഞാൻ അവർക്ക് മെയിൽ അയച്ചു. ഇതൊക്കെ ഞാൻ പിന്നെ പറയാം, ടാറ്റയ്ക്ക് അവർക്ക് മെയിൽ അയച്ചാണ്. ഈ സാധനം അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഫിക്സ് ചെയ്യണം. ഇല്ല സാറേ കുഴപ്പമില്ല, ഇത് ഒരു ക്ലിപ്പ് ഇട്ടാൽ മതി, ജസ്റ്റ് ഒരു അതിന്റെ മേളിട്ട് നമ്മൾ സാധാരണ ഒരു സാധനം ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഇച്ചിരി ഒന്ന് പുഷ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ക്ലിപ്പ് വീഴത്തില്ല, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. ആർക്ക് വേണം ചെയ്യാം. നാളെ വിളിച്ചിട്ട് ജസ്റ്റ് അമ്മ ഒന്ന് ഇട്ടാ ആർക്ക് വേണം ചെയ്യാന്ന് വെച്ചിട്ടുള്ളൂ. അതിന് അവര് 60 രൂപ. നമ്മൾ ഈ 60 രൂപ കൊടുക്കുന്നതിനല്ല പ്രശ്നം, ഇവര് ഈ 60 രൂപ ഇതിനൊക്കെ എപ്പോഴും ടാറ്റയുടെ ഇതിൽ ഒരു സർവീസിന് പോയി കഴിഞ്ഞാൽ ഇത്രയും രൂപ കൊടുത്ത് ഞാൻ സർവീസ് 8,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ കൊടുത്ത്
നമ്മൾ വണ്ടി സർവീസ് ചെയ്ത് കിട്ടുന്ന അവിടുന്ന് സെയിം അവിടെ മെമ്പർഷിപ്പും മറ്റേതും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ടാറ്റയാണ് സർവീസിന്റെ മോശം, അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു മെമ്പർഷിപ്പ് ഒക്കെ എടുത്തു വെച്ചാൽ കുറച്ചെങ്കിലും ഒരു മയം കാണിക്കുന്നു വിചാരിച്ചു. രക്ഷയില്ല. അവര് പിന്നെയും ഇതേപോലെ ആ ബില്ല് നോക്കിയപ്പോഴത്തേക്ക് 350 രൂപ. ആ സാധനത്തിനേക്കാളും ഒരു ഇമ്പോർട്ടൻസ് ഇവർ 60 രൂപ ഈ ഒരു സാധനം ജസ്റ്റ് പ്രസ് ചെയ്ത് ഇടുന്നതിന് മാത്രം ലേബർ ചാർജ്. അതാണ് പ്രശ്നം. അതേപോലെ വേറെ എക്സ്പീരിയൻസ് ഇതുപോലെ ഉണ്ടായി. അത് ഒരു ലൈറ്റ് മാറാനായിട്ട് കൊണ്ടുപോയിട്ട് അവർ എന്നെ വിളിച്ചു ചോദിച്ചിട്ട് 2 ലൈറ്റ് മാറട്ടെ സാറെന്ന് ചോദിച്ചു. ഞാൻ എന്തിനു 2 ലൈറ്റ് മാറുന്നു, 2 ലൈറ്റിന് കുഴപ്പമുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി കൊണ്ടുവന്നപ്പോ 2 ലൈറ്റ് കുഴപ്പമില്ല. അപ്പൊ ഇവര് എന്നിട്ട് അയ്യോ സാർ എന്നാ ചെക്ക് ചെയ്തിട്ട് പറയാന്ന് പറഞ്ഞു. അപ്പൊ അത്രയും കെയർലെസ് ആയിട്ടാണ് അവര് കെയർ ആയിട്ട് കസ്റ്റമറിനെ വിളിച്ചു ചോദിക്കുന്നത്. ഇപ്പൊ സമയമില്ലാത്ത ഒരാളാണെങ്കിൽ പറയാന്ന് പിന്നെ 2 മാറിക്കോളാൻ പറയും. നമ്മൾ അന്ന് ഒരു ബൾബ് അത് ഇതാ സെയിം ഇൻസിഡന്റ്. ആ ബൾബ് മാറിയിട്ട് അവര് വൈപ്പറിന്റെ മേളിൽ വെച്ചേക്ക, വൈപ്പറിന്റെ ആ ഇടയ്ക്ക് ഗ്യാപ്പിൽ. എന്നിട്ട് അവരത് മാറ്റിയിട്ടില്ല. നമ്മൾ പിന്നെ വണ്ടി എടുത്ത് നോക്കിയപ്പോൾ അതിന്റെ ഇടയിൽ നമ്മളൊരു ട്രാവൽ ഇടയ്ക്ക് എടുത്ത് ഫുഡ് കഴിക്കാൻ നിർത്തിയപ്പോ ബോണറ്റിന്റെ അതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം എന്തോ ഇരിക്കുന്നത് നോക്കിയപ്പോ ഒരു ബൾബ് സംഭവം അതായത് സർവീസ് സെന്ററിൽ നിന്ന് എടുത്ത് മാറ്റാതെ വെച്ചിരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഈ പറഞ്ഞ ഈ ഒരു ഗിയർ ബോക്സിന്റെ ഇഷ്യൂ അല്ലാതെ വേറെ ഇഷ്യൂസ് വേറെ ഫേസ് ചെയ്തിട്ടുള്ള. സോ ആക്ച്വലി ഇപ്പൊ കിട്ടുന്ന നമുക്ക് ഹൈവേയിലോ അല്ലെങ്കിൽ സിറ്റിയിൽ കിട്ടുന്ന ഫ്യൂൽ എഫിഷ്യൻസി എങ്ങനെയാണ്? സിറ്റിയില് ലോക്കൽ ഓട്ടത്തിന്റെ മാക്സിമം നെക്സോൺ അല്ലെങ്കിൽ വെന്യൂ അല്ലെങ്കിൽ കൈവർ ഇതൊക്കെ യൂസ് ചെയ്യാതിരിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ടർബോ പെട്രോൾ ആയ സ്ഥിതിക്ക് നമുക്ക് കിട്ടുന്ന 8, 10 ഇതൊക്കെയാണ്. അതും കൊച്ചിയിലെ ട്രാഫിക് വെച്ച് നടക്കുന്ന കേസിട്ടല്ല. പക്ഷെ ഞാൻ ഇപ്പൊ അഭി നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ഈക്കോയില് ഇട്ടാണ് വണ്ടി ഓടിക്കുക മോസ്റ്റ്ലി ഇവിടുത്തെ കൊച്ചി ട്രാഫിക്കില്. നമ്മൾ ലോങ് പോയിട്ട് ഈക്കോയിൽ ഇടുവാണെങ്കിൽ എനിക്ക് 22, 21 കിട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ലോങ് പോവാണെങ്കിൽ എനിക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. ഞാൻ ബാക്കിയൊക്കെ ബ്രാൻഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ബാക്കി കുറെ എല്ലാ വണ്ടികളും ഞാൻ ഓടിക്കുന്നതാണ്. ഞാൻ സോണറ്റ് ഓടിക്കുന്നതാണ്, പെന്നെ ഓടിക്കുന്നതാണ്, ഇതൊക്കെ ഓടിക്കുന്നതാണ്. ഞാൻ നോക്കിയിട്ട് എനിക്ക് എൻ്റെ ആ ഒരു മോഡലിന് 2022 ഇറങ്ങിയ മോഡൽസിൽ വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം മൈലേജ് ലോങ് പോകുമ്പോൾ കിട്ടുന്നുണ്ട്, വണ്ടിക്ക് കിട്ടുന്നുണ്ട്. 22 ആണെങ്കിലും 21 ആണെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ട് വണ്ടിക്ക്. സെയിം എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ലോങ് പോകുമ്പോൾ അത്യാവശ്യം മൈലേജ് 20 അബോ എന്തായാലും കിട്ടുന്നുണ്ട്. അത് ക്രൂസ് കൺട്രോൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇതായിട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് നിങ്ങളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായല്ലോ, രാമേശ്വരം പോയിട്ടുണ്ടായി. അപ്പൊ അന്ന് നിങ്ങളുടെ ഒരു വെന്യൂ ഉണ്ടായിരുന്നു. വെന്യൂ അല്ല, അന്ന് ഒരു സോണറ്റ് ഉണ്ടായിരുന്നു, ഒരു ഗ്രാൻഡ് വിറ്റാര ഹൈറൈഡർ ഉണ്ടായിരുന്നു. ഹൈറൈഡർ ആക്ച്വലി ഹൈബ്രിഡ് ആയിരുന്നല്ലേ? അപ്പോ അതെങ്ങനെയാണ് ഈ സോണറ്റിലും ഹൈബ്രിഡും ഡ്രൈവ് എക്സ്പീരിയൻസ് ആസ് വെൽ ആസ് ഒരു ഫ്യൂൽ എഫിഷ്യൻസി കാര്യങ്ങൾ ആൻഡ് ഡ്രൈവബിലിറ്റി മൊത്തത്തിൽ എങ്ങനെയാണ്? അതായത് സോണറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ക്ലച്ച് ഇല്ല, IMT ആണ്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാല് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, എനിക്ക് സോണറ്റ് ഇഷ്ടപ്പെട്ടത്. ഹൈറൈഡറിലെ ഒരു വിഷയം വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇതിന് ഇലക്ട്രിക് മോഡ് ഉണ്ട്, പെട്രോൾ മോഡ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഒരു ലെവൽ ഓഫ് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാല് ഈ ഇലക്ട്രിക് മോഡ് മാറിയിട്ട് പെട്രോൾ മോഡിലോട്ട് പോകും. അപ്പൊ നമ്മളിപ്പോ ഒരു കോൺസ്റ്റന്റ് രീതിയിൽ പോവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഇലക്ട്രിക് മോഡ് ആവും. അപ്പം ആ സമയത്ത് നമ്മളൊരു ഓവർടേക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ആദ്യമേ കുറച്ചൊരു നമുക്ക് മെയിൻ ആയിട്ട് വെച്ചാൽ ഈ ലാഗ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ശബ്ദം ഭയങ്കരമായിട്ട് വരും. നമ്മൾ ഈ ആക്സിലറേഷൻ തെരപ്പിക്കില്ല വണ്ടി, അപ്പൊ ആ ഒരു എഫക്ട് നമുക്ക് നല്ലോണം എസ്പെഷ്യലി അതൊരു CVT ഗിയർ ബോക്സോടാണ്. അപ്പൊ അതിന്റെ സൗണ്ട് ഉണ്ട്, നല്ല സൗണ്ട് കേൾക്കും. അതായത് നമുക്കിപ്പോ ഓവർടേക്ക് ചെയ്യാൻ തോന്നത്തില്ല. അതായത് എപ്പോഴും നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ശബ്ദം കേൾക്കുക, അത് ഭയങ്കര ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. പക്ഷെ സോണറ്റ് വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ അതിനും ക്ലച്ചില്ല, ആകെയുള്ള വെച്ചാൽ നമ്മൾ ചുമ്മാ കൈ കൊണ്ട് മാത്രമേ സോണറ്റ് ഓടിക്കാൻ കമ്പയർ ടു ഹൈറൈഡർ ബെറ്റർ. ഓക്കേ, നോയ്സ് ഇൻസുലേഷൻ ഒക്കെ ക്ലീൻ. സോണറ്റ് ആ ഒരു കാര്യത്തില് ഇൻസുലേഷൻ ഒക്കെ പക്കയാ. ഓക്കേ, ഇമ്പോർട്ടന്റ് ഫാക്ടർ ഫ്യൂൽ എഫിഷ്യൻസി. സോണറ്റ് ഇനി എത്ര ഞാനിപ്പോ നെക്സോണില് ലോങ് പോകുമ്പോ ഒക്കെ ഞാൻ ഒരു നമ്മള് അറിയാലോ ടർബോ ഹിറ്റ് ആവാതെ ആക്സിലറേഷൻ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുമ്പോ നമുക്ക് എങ്ങനെ ലോങ് പോകുമ്പോ അറിയാലോ അങ്ങോട്ട് പോകുന്ന റോഡൊക്കെ നല്ല റോഡുകളാണ്, ധനുഷ്കോടിക്ക് പോകുന്ന റോഡൊക്കെ നല്ല റോഡുകളാണ്. അത്രയും ഇതില് ഞാൻ എങ്ങനെ ഓടിച്ചു നോക്കിയിട്ടും 14ന്റെ മേളിലോട്ട് മൈലേജ് പോകുന്നില്ല സോണറ്റിന്റെ കേസ്. ഹൈറൈഡിന് എങ്ങനെ ഓടിച്ചിട്ട് 20 താഴോട്ട് പോകുന്നില്ല. അതാണ് ഓക്കെ, അതാണ് ഇപ്പൊ നെക്സലായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഇവ ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് അതാണ്. ഓക്കെ, അപ്പോ നമ്മള് നെക്സലിലേക്ക് വരാം വീണ്ടും. അപ്പോ നിനക്കിപ്പം ഈ ആക്സിലറേഷന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, മറ്റു വണ്ടികൾ വെച്ച് നോക്കുമ്പോഴത്തേനും ഫോർ എക്സാമ്പിൾ കൈഗർ എടുത്തു അല്ലെങ്കിൽ സോണറ്റ് എടുത്തു, ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു ആക്സിലറേഷൻ ഇഷ്യൂ ഉണ്ടല്ലോ ഇനീഷ്യലി ഒരു ചെറിയ, അപ്പം അത് ഞാനിത് ചോദിക്കാനുള്ള കാരണം പല ആളുകളും പറയുന്ന ഒരു കാര്യം ആ ഒരു ഇനീഷ്യൽ ടോപ്പ് ഡെലിവറി കുറച്ച് ലാഗ് ഉണ്ടെന്നുള്ള രീതിക്ക്.
അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ, ലൈക്ക് മറ്റുള്ള വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്ത്? എക്സ്പീരിയൻസ്, എസ്പെഷ്യലി ടാറ്റയുടെ വണ്ടിക്ക് വെയിറ്റ് കൂടുതലായുണ്ട് നമുക്ക് ഫസ്റ്റ് ഒരു ആക്സേഷൻ, അതായത് ലാഗ് ഉണ്ടാവാറുണ്ട്. ഓൾറെഡി ടർബോ ലാഗ് എല്ലാ വണ്ടിക്കും ഉണ്ട്. പക്ഷെ ഈ ഒരു കേസില് നമ്മളിപ്പോ സ്പോർട്സ് മോഡ് ഇട്ടാൽ നമുക്ക് അത്രയും വിഷയമില്ല. സിറ്റി മോഡിലാണെങ്കിലും ഞാനിപ്പം കൈഗർ ഓടിച്ചിട്ടുണ്ട്, സോണറ്റ് ഓടിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു ചെറിയ ലാഗ് കൂടുതലാണെന്ന് ഞാൻ പറയത്തുള്ളൂ നെക്സോണിന്റെ കേസ്. പക്ഷെ അത് എനിക്കൊരു വലിയ ഫാക്ടറായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മള് കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാണ്. ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ലാഗ് ഉണ്ട്. പക്ഷെ അതിന്റെ ലാഗിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടാറ്റയുടെ വണ്ടിക്ക് നല്ല വെയിറ്റ് കൂടുതലാണ്. പവർ ടു വെയിറ്റ് റേഷ്യോ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും ആ ഒരു ലാഗിന്റെ. അല്ലാതെ എഞ്ചിൻ സ്പെക് വൈസ് അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്, സോണറ്റ് വരുന്നത് 1 ലിറ്റർ ആണ് തോന്നുന്നു. പക്ഷെ ഇതിന് വരുന്നത് 1.2 ആണ്. അപ്പം ഒന്ന് കേറി കഴിയുമ്പോ എല്ലാരും പറയുന്നുണ്ട് ഈ നെക്സോണിന്റെ 3rd ഗിയർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നെക്സോൺ പറക്കുക. മിഡ് റേഞ്ച് കുറച്ചുകൂടെ സ്ട്രോങ് ആണ്, എസ്പെഷ്യലി ആ ഒരു ഇനീഷ്യൽ ടോക്കിന്. സെക്കൻഡിനേക്കാളും 3rd കേറി പോകുന്ന പോക്ക് ഭയങ്കര. മിഡ് റേഞ്ച് കുറച്ചുകൂടെ ഹൈ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് പവർ കാര്യങ്ങളൊക്കെ. ആൻഡ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഈ ഒരു സൗണ്ട്, എനിക്ക് ഭയങ്കര ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് വേണം വണ്ടിക്കകത്തുനിന്ന്, കമ്പൾസറി ആയിട്ടുള്ളൊരു ഇതുള്ളതാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള വണ്ടിയാണ് ഞാൻ പോയി എടുത്തത്. അപ്പോൾ മെയിൻ കമ്പാരിസൺ ഞങ്ങൾ തമ്മിൽ ചെയ്യുന്നത് നെക്സൺ vs ഈ ഒരു റെനോ കൈഗർ എന്നുള്ള രീതിക്കാണ്. അപ്പോൾ നിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് നിന്റെ വണ്ടിയുടെ ഇൻസുലേഷനും കാര്യങ്ങളും സൗണ്ട്? ഓക്കെ ഉള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് റാറ്റ്ലിംഗ് നോയ്സ് വരാൻ തുടങ്ങിയത്. അതിപ്പോ പഴക്കമാകുമ്പോ തേർഡ് ഇയർ കഴിഞ്ഞു, 40,000 കിലോമീറ്റേഴ്സ് ആയി. പക്ഷെ ഈ റാറ്റ്ലിംഗ് നോയ്സ് പറഞ്ഞാൽ ഇപ്പൊ സീറ്റിന്റെ ഒരു ഇത് മാത്രമല്ല, അല്ല എനിക്ക് ഔട്ട്സൈഡ് നോയ്സ് എനിക്ക് കേൾക്കുന്നില്ല. ഇൻസുലേഷൻ നോക്കുവാണെങ്കിൽ പക്കയാണ് വണ്ടിയുടെ. ഈ റാറ്റ്ലിംഗ് നോയ്സ് വന്നിട്ട് അതും സർവീസിന്റെ കേസായിട്ടാണ്. സർവീസ് ഈ പറഞ്ഞ പോലെ കൊണ്ടുപോയി കൊടുത്തിട്ടും അവര് ശരിയാക്കി എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് നമുക്ക് കേൾക്കത്തില്ല. ഒരു കട്ടിലോട്ട് കഴിയുമ്പോഴത്തെ പിന്നെ ഈ സീറ്റിന്റെ ഇപ്പോഴും ഉണ്ട്. ഇത് മെയിൻലി റാറ്റിൽ നോയ്സിന്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് തവണ സർവീസ് സെന്റർ കയറി ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് അവർക്ക് ഇത് മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ അവരിത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. മെയിൻലി അവർ ചെയ്യുന്നത് റീടോർക്ക് ചെയ്യുക, ഈ കാര്യങ്ങൾ സ്ക്രൂസ് എല്ലാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം മുന്നേ വരെ ഞാൻ നിന്റെ അടുത്ത് എപ്പോഴും പറയാടാ എന്റെ വണ്ടിക്കകത്ത് റാറ്റിംഗ് നോയ്സേ ഇല്ല എന്നുള്ളൊരു ഇതിലോട്ട് പോകാൻ. നീ ആക്ച്വലി ഞാൻ ഇപ്പൊ പറഞ്ഞപ്പം ശരിക്കും പറഞ്ഞ സർപ്രൈസ് ആയി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെക്കൻഡ് സീറ്റിൽ ഒരു റാറ്റിംഗ് നോയ്സ് ഇപ്പൊ ഉണ്ട്. അത് കുറച്ച് നാളായിട്ടുണ്ട്. അത് മാറ്റാൻ നോക്കിയിട്ട് അവർ മാറ്റിയിട്ടും പിന്നെയും. ഓക്കെ, ശരി. അപ്പൊ ഇനി നമുക്ക് ഹൈവേ സ്റ്റെബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മള് അന്ന് ബാംഗ്ലൂർ ലോങ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിനക്ക് അത് കൂടാതെ നീ ഒരുപാട് ഹൈവേ ട്രിപ്സ് ഒക്കെ പോകുന്നതാണ്, അല്ലെങ്കിൽ വീക്കെൻഡ് ആകുമ്പോൾ നീ വീട്ടിൽ പോകുന്നുണ്ട്. ആലപ്പുഴയാണ് അവന്റെ വീട്. അപ്പം ഹൈവേ ഡ്രൈവ്സ് ഒരുപാടുണ്ട്. സോ ആ ഒരു ഹൈവേ സ്റ്റെബിലിറ്റി, ഡ്രൈവബിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ, എസ്പെഷ്യലി പോളോ കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ടുണ്ടോ? അപ്പം ജർമ്മൻ വാഹനങ്ങളായിട്ട് നമുക്ക് ഒരിക്കലും ഇന്ത്യൻ ബ്രാൻഡ്സ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇവൻ ദോ നമ്മളിപ്പോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വാഹനങ്ങൾ കൊണ്ടുവരുന്ന ഇന്ത്യൻ ബ്രാൻഡ്സ് ആണ് ഈ ടാറ്റ മഹീന്ദ്ര ഒക്കെ. സോ ആ ഒരു ഡ്രൈവബിലിറ്റി കാര്യങ്ങളൊക്കെ, സ്റ്റിയറിംഗ് ഫീൽ അതൊക്കെ ഒരു കുഴപ്പമില്ല. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്പീഡ് കയറിയാലും വണ്ടിക്ക് ഒരു കുലുക്കം ഉണ്ടാവില്ല. അതേപോലെ സ്റ്റേബിൾ ആണ് വണ്ടി. അത് ഇപ്പം നമ്മള് ഹൈവേയിലൊക്കെ അന്ന് ബാംഗ്ലൂർ പോയ സമയത്താണ് നല്ല സ്പീഡൊക്കെ ജസ്റ്റ് അന്ന് ഹൈവേ തുറന്നിട്ടുള്ള സമയം. അപ്പൊ അന്ന് എല്ലാ വണ്ടികളും 100+ ആണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് റെസ്ട്രിക്ഷൻസ് വന്നത്. 100 ഇതില് സ്പീഡ് ലിമിറ്റ് നിൽക്കണം, അതിന് മേളിൽ പോകാൻ പാടില്ല, 120 കയറി പോകാൻ പാടില്ല. പക്ഷെ അന്ന് ആ സമയത്ത് തുറന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അന്ന് ആക്ച്വലി വലിയ കുറെ വണ്ടികൾ ഇല്ലായിരുന്നു. പക്ഷെ എല്ലാരും 100+ ആ പോകുന്നത്. പക്ഷെ അന്ന് 100+ പോയിട്ടും 5 പേര് 5+ ലഗേജ് ഉണ്ടായി. വണ്ടി ഭയങ്കര സ്റ്റേബിൾ ആയി. സസ്പെൻഷൻ വൈസ് അടിപൊളിയാണ്. അത് ഇപ്പം വേറെ ഇതില്ല. അത് പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ സസ്പെൻഷൻ വൈസ് നമുക്ക് ടാറ്റ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആക്ച്വലി മറന്നുപോയി. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇതിന്റെ ബ്രേക്സ്, അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ലാംപ്സ്. എനിക്ക് ഈ ബ്രേക്സ് ഹെഡ് ലാംപ്സിനേക്കാൾ എനിക്ക് മെയിൻ ആയിട്ട് പറഞ്ഞ ക്ലച്ചാണ്. ക്ലച്ച് ഭയങ്കര ലൈറ്റ് ആണ് നെക്സോൺ. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മാനുവൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് ഈ ഏറ്റവും കൂടുതൽ ഈ ട്രാഫിക്കിൽ ഫേസ് ചെയ്യുന്നത് എപ്പോഴും ക്ലച്ച് ഓടി കാലൊരു പരുവാണ്. ഇതിന്റെ ഭയങ്കര ലൈറ്റ് ക്ലച്ച് ആണ്, ഭയങ്കര സോഫ്റ്റ് ക്ലച്ച് ആണ്. നമ്മൾ ചവിട്ടിയാ പെട്ടെന്ന് താഴോട്ട് പോകും, ചേഞ്ച് ചെയ്യാന്ന്. ഇനി ബ്രേക്സിന്റെ ഇതിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് പക്കയാണ്, ബ്രേക്കിനൊന്നും ഒരു കുഴപ്പമില്ല. ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രമ്മാണ് വരുന്നത്. ബാക്ക് ഡ്രമ്മാണ്. ആൻഡ് പിന്നെ ഉള്ളൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈവേ, നീ പറഞ്ഞ പോലെ ഇടയ്ക്ക് നീ ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്യുന്ന കാര്യം പറയണ്ടായിരുന്നു. ആ ഹെഡ്ലൈറ്റിന് എന്തെങ്കിലും വിസിബിലിറ്റി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ? ഇപ്പം ശരിക്കും പറഞ്ഞാല് ഇപ്പൊ എല്ലാ വണ്ടികളും ഡീഫോൾട്ട് ഹെഡ് ലാംപ്സ് യൂസ് ചെയ്ത കാർ ഓടിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല.
ഇപ്പൊ എല്ലാ വണ്ടികളും അപ്ഗ്രേഡ് ചെയ്തു. ഓക്കെ. അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടുള്ള ബുദ്ധിമുട്ട് മാത്രം എനിക്കുണ്ട്. അതായത് ഓപ്പോസിറ്റ് വണ്ടി വന്നാല് നല്ല ഹൈ അടിച്ചാൽ എന്റെ ഡിം ലൈറ്റിന്റെ ഒരു പ്രകാശം ഉണ്ടാകത്തില്ല, അപ്പൊ ഒന്നും കാണത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടല്ല, എനിക്ക് ലൈറ്റിന് വൈസ് കുഴപ്പമില്ല. അതായത് ഇപ്പം ബാക്കിയെല്ലാം കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. യെസ്. അതല്ലാതെ എനിക്ക് ഭയങ്കര ഇഷ്യൂ ഫേസ് ചെയ്തിട്ട് അങ്ങനത്തെ ഒന്നുമില്ല. ഹാലജൻ പ്രൊജക്ടർ ആണ് ഇതിന് വരുന്നത്, അപ്പം കറക്റ്റ് ആയിട്ട് തന്നെ പോകും. പിന്നെ നമുക്ക് ഫോഗ്ലാംസ് വരുന്നുണ്ട്, അത് മറ്റേ കോർണറിങ് ഫോഗ്ലാംസ് ആണ്. പിന്നെ ഹൈ ആണെങ്കിലും കുഴപ്പമില്ലാത്ത ത്രോയുള്ള ലൈറ്റ്സ് ആണ്. പിന്നെ എന്റെ വണ്ടിയിൽ പേഴ്സണലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത വേറൊരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പില്ലറിന്റെ വിസിബിലിറ്റിയാണ്. ഒരു റൈറ്റ് ടേൺ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോഴത്തേനും വലിയൊരു എമൗണ്ട് ഓഫ് വിസിബിലിറ്റി അവിടെ അങ്ങ് കട്ടാവും. കാര്യം അത്രയും വലിയൊരു പില്ലറാണ് എനിക്ക് വന്നേക്കുന്നത്. ഞാൻ ഇത് ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റയുടെ തന്നെ അൾട്രോസ് എന്നൊരു ഹാഷ് ബാക്ക് ഉണ്ട്, അതിന്റെ പില്ലർ വളരെ ഭയങ്കര തിക്കായിട്ടുള്ള പില്ലറാണ്. അപ്പം അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി ഭയങ്കരമായിട്ട് ബ്ലോക്ക് ആവുന്ന ഒരു ഇഷ്യൂ പലയിടത്തും പറഞ്ഞിരുന്നു. നെക്സോൺ അങ്ങനെ വിസിബിലിറ്റി ഇഷ്യൂസ് ഉണ്ടോ? സെയിം ആയിട്ട് ഉണ്ടോ? വലിയ തിക്കായിട്ടുള്ള പില്ലറാണ്. അപ്പൊ നമ്മള് തിരിയുമ്പോ എപ്പോഴും നമ്മള് സൈഡ് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മള് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കേണ്ടി വരും വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ. ഓക്കെ. അത് മിക്ക എല്ലാ കോമ്പാക്ട് എസ്യുവിലും ഫേസ് ചെയ്യുന്നു, പക്ഷെ നെക്സോൺ കൂടുതലാണ്. അന്ന് സോണറ്റ് യൂസ് ചെയ്ത സമയത്ത് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. സോണറ്റില് ടു ബി ഫ്രാങ്ക് ഞാൻ അങ്ങനെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് വന്നില്ല, ഏകദേശം കൂടുതൽ സ്ട്രെയിറ്റ് റോഡ്സ് ആയിരുന്നു. പക്ഷെ അങ്ങനെ ഫേസ് ചെയ്തില്ല. ചിലപ്പോ ഇനിയും ഓടിച്ചു നോക്കിയാലേ ഇനിയും അറിയാൻ പറ്റുള്ളൂ നമുക്ക്. പക്ഷെ നെക്സോൺ നല്ലോണം തിക്കാണ്. നിന്റെ വണ്ടിക്കും അതുപോലെ തന്നെ നല്ല തിക്കാണ്. കാര്യം എനിക്ക് ആക്ച്വലി ഒരു ഭയങ്കര ഒരു പ്രശ്നമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഇടയ്ക്ക് സൺഫിലിം ഒക്കെ അലോ ചെയ്തൊരു സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് ഞാൻ പോയിട്ട് സൺഫിലിം ഒക്കെ അടിച്ച് സെറ്റ് ചെയ്ത്, അപ്പം അത് കഴിഞ്ഞിട്ട് നല്ലൊരു മഴയുള്ള സമയത്ത് രാത്രി ജസ്റ്റ് നൈറ്റ് ഡ്രൈവിന് പോയി. അപ്പൊ നൈറ്റ് ഡ്രൈവിന് പോയി നമ്മുടെ ഇവിടെ കാക്കനാട് അത്താണി ഉണ്ടല്ലോ, അത്താണി അവിടെ ഒരു റൈറ്റ് ടേൺ ഉണ്ട്, അതൊരു ചെറിയ കയറ്റവും അങ്ങനെ വരുന്നതാണ്. അപ്പൊ ഞാൻ ആക്ച്വലി ഫ്രണ്ടിലിരുന്ന നമ്മുടെ ഫ്രണ്ട് അഖിലുണ്ടായിരുന്നു. അഖില് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഉണ്ടെന്ന് പറയുന്നുണ്ട്, ആക്ച്വലി കാണാൻ പറ്റുന്നില്ല. ഒന്നാമത് സൺഫിലിം ഉണ്ട് ഒരു സൈഡിൽ, ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. കറക്റ്റ് ആ ഒരു ബ്ലൈൻഡ് സ്പോട്ടിലായിരുന്നു വണ്ടി ചെറുതായിട്ട് തട്ടുകയും ചെയ്തു. ഭാഗ്യത്തിന് ആ ചേട്ടന് കാര്യം മനസ്സിലായി, വിസിബിലിറ്റിയുടെ പ്രശ്നം കണ്ടില്ലല്ലേ മോനെ എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ അത് അതേട്ടാന്ന് പറഞ്ഞ് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പം ഈ ഒരു പില്ലറിന്റെ വിസിബിലിറ്റിയും കൂടെ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളത് മറ്റൊരു ഫാക്റ്റാണ്. അപ്പോൾ ഓൾമോസ്റ്റ് കാര്യങ്ങൾ കവർ ചെയ്തു. വേറെ എന്തെങ്കിലും എസ്പെഷ്യലി നെക്സോണെ പറ്റി പറയാനുണ്ടോ നിനക്ക്? ഇല്ല, എനിക്ക് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ വണ്ടിയുടെ കേസിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഇപ്പം ഞാൻ പറഞ്ഞ 2022 ഇറങ്ങിയ നെക്സോൺ, അപ്പം പല ബാച്ചസ് ഇറങ്ങുന്നുണ്ടല്ലോ. ഇപ്പം പുതിയ നെക്സോൺ ഇറങ്ങി. ഇപ്പൊ എങ്ങനെയാണ് നെക്സോണിന്റെ അറിയില്ല, കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാറില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ടാറ്റയുടെ വണ്ടികൾ ഏതെടുത്താലും എല്ലാം പ്രശ്നങ്ങളാന്നുള്ളത് നമുക്ക് കേൾക്കാറുണ്ട്. മെയിനായിട്ട് സർവീസ് ആണ്. ഇപ്പോഴും ഞാൻ സർവീസിൽ സാറ്റിസ്ഫൈഡ് അല്ല, പക്ഷെ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ സർവീസ് മസ്റ്റ് ആണ്. അതുകൊണ്ട് ടാറ്റ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക, വണ്ടി ചിലപ്പോൾ അടിപൊളിയായിരിക്കും, സർവീസ് ഇപ്പോഴും ശരിയല്ല. റീസെന്റ് ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. പുള്ളി ബാംഗ്ലൂർ പോയ സമയത്ത് അവിടെ പോയി ഫ്രണ്ട്സിന്റെ കൂടെ ആക്ച്വലി ഈ ഒരു സംഭവം ഞാൻ അവനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബലേനോ, നമ്മുടെ മാരുതി സുസുക്കി ബലേനോ ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓടിച്ചിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വണ്ടി. ഞാനൊക്കെ ഒരു സബ് കാറ്റഗറി ആയിട്ട് കണ്ടിരുന്ന ഒരു ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ നിന്ന് വരുന്ന ഒരു വണ്ടി. അപ്പൊ ആദ്യത്തെ ബലേനോ CVT ഞാൻ ഓടിച്ചിട്ടുണ്ട്. CVT ഓടിച്ചപ്പോൾ എനിക്ക് കൊള്ളാം എന്നുള്ളത്. ഇപ്പൊ പുതിയ ന്യൂജൻ ബലേനോ ഓടിച്ചപ്പം വെരി മച്ച് ഇംപ്രസ്ഡ് ആയെന്നുള്ളൊരു രീതിക്ക്. അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞോടാ, ഈ ബലേനോ ഒക്കെ നമ്മൾ വിചാരിക്കുന്ന പോലല്ല. നമ്മൾ ഈ കോമ്പാക്ട്, നമ്മൾ ആ വണ്ടി എടുക്കുന്ന ആ ഒരു ത്വരയിൽ പോയിട്ട് ഇത്രയും വലിയ വണ്ടി എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നമുക്കിവിടെ ഈ പറഞ്ഞ പോലെ ഇഗ്നിസും ബലേനയും അല്ലെങ്കിൽ അങ്ങനെ ചെറിയ വണ്ടികൾ ഉണ്ടായിരുന്നു. ബലേനോ അടിപൊളിയാണെന്നുള്ള രീതിക്ക് ഓൾറെഡി ഇവരുടെ അടുത്ത് പറഞ്ഞാണ്. അപ്പോൾ പുള്ളി പോടാ, സേഫ്റ്റി ഇല്ല, അതില്ല, ഇതില്ല, കുറെ ന്യായങ്ങൾ പറഞ്ഞു. അപ്പോൾ ബാംഗ്ലൂർ പോയിട്ട് ബലേനോ ഓടിച്ചു. അത് മാനുവലാണ് ഓടിച്ചത്. ഫസ്റ്റ് ജനാണ് ഓടിച്ചതല്ലേ? ഫസ്റ്റ് ജനാണ് ഓടിച്ചത്. ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് ഇനി പൊക്കി പറയാനായിട്ട് വേറെ ഇതൊന്നുമില്ല. അപ്പോ എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ ശരി, അത് നമ്മള് അവിടുന്ന് ബാംഗ്ലൂരിൽ നമ്മൾ മൈസൂർ പാലസ് ഒക്കെ പോയതാണ്. അപ്പൊ നമ്മൾ ലോങ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ബാംഗ്ലൂർ നിന്നിട്ട് പിന്നെ അവിടുത്തെ ലോക്കൽ ഓട്ടം ഒക്കെ ഓടുന്നുണ്ട്. ഈ ലോക്കൽ ഓട്ടം പോയപ്പോഴും ഒറ്റ അതായത് ഡിജിറ്റ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞ മൈലേജ് കാണിക്കുന്നത്. 18.3 മൈലേജ് ആവറേജ് കാണിക്കുന്നത് വണ്ടിയുടെ. ഞാൻ ആ ലോങ് പോയപ്പോ അടിച്ച പെട്രോളാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചിട്ടേ ഇല്ല. പക്ഷെ ബാംഗ്ലൂരിൽ കൂടെ ലോക്കലോട്ടം നല്ലോണം ഓടി. എന്റെ വണ്ടി 10 കിലോമീറ്റർ മൈലേജ് ആണ് കാണിക്കുന്നത്. പക്ഷെ അതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് ആവറേജ് കാണിക്കുന്നത് 18.3.
അതും ബാംഗ്ലൂർ സിറ്റി ട്രാഫിക്കിൽ മേ ബി അത്ര ഞാൻ ലോങ് ഓടിച്ചിട്ട് വന്നിട്ടായാലും എന്നാലും ഞാൻ ആ സിറ്റി ട്രാഫിക്കിൽ കുറെ ഓടിച്ചു വണ്ടി. ഓക്കെ, എങ്ങനെ പോയാലും നമ്മളൊരു തിരിച്ച് വണ്ടി വീട്ടിൽ കൊണ്ടിടുമ്പോൾ ഒരു 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടാണല്ലോ നമ്മൾ വിടുന്നത്. പക്ഷെ ഇപ്പോഴും ആ ടാങ്ക് അല്ലെങ്കിൽ ആ റീഡിങ് കാണിക്കുന്നത് അത്രയും ബാറ് കാണിക്കുന്നുണ്ട്, പെട്രോൾ അടിക്കാനുള്ള ബാറ് അത് കുറയുന്നില്ല. ഈ സിറ്റി ട്രാഫിക് ഓടിച്ചിട്ട് അത് കുറഞ്ഞിട്ടില്ല. ഓക്കെ, എന്ത് തോന്നി? ഇനി നമ്മളൊരു വണ്ടി എടുക്കുവാണെങ്കിൽ ഒന്നെങ്കിൽ സുസുക്കി അല്ലെങ്കിൽ ടൊയോട്ട അതിലോട്ട്. റിലയബിലിറ്റി അതെന്താ വെച്ചാൽ അതിന് വേറെ കഥയുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നമ്മള് സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കാനായിട്ട് നമ്മൾക്ക് ഈ വണ്ടി വിൽക്കണമല്ലോ. അപ്പൊ നമ്മള് റീസെയിൽ വാല്യൂവിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡി നടത്തിയപ്പോ ഷോറൂമുകാർ തന്നെയാണ് പറയുന്നത്. അത് വേറൊരു ബ്രാൻഡ് ഷോറൂമാണ്. എനിക്ക് ആക്ച്വലി ഒത്തിരി നമ്മൾ അതിലോട്ട് ഡീപ്പായിട്ട് പോകുന്നില്ല. ബ്രാൻഡ് ആ ഷോറൂമുകാർ തന്നെ പറയുന്നത് സാറ് ഈ ബ്രാൻഡ് ആണെങ്കിൽ സാറേ ഞങ്ങൾ തന്നെ ഒരു കൈ നോക്കാം, ഈ ബ്രാൻഡ് ആണെങ്കിൽ ഒരു കൈ നോക്കാം. ടാറ്റ പറ്റില്ല സാറേ, അല്ലെങ്കിൽ റെനോ പറ്റില്ല. അത് ഒരാവശ്യമില്ല. ഞാൻ എന്റെ വണ്ടി ആക്ച്വലി ആദ്യം ചോദിച്ചു പറഞ്ഞു ഒന്ന് സാറേ ഇതൊരു ട്രോഫിയാണ്, അങ്ങനെ തന്നെ പറഞ്ഞു ട്രോഫിയാണ്, പറ്റത്തില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞു. ഉടനെ തന്നെ എടുത്തി പുള്ളി ചോദിച്ചു എന്നാ എന്റെ നെക്സോൺ ഉണ്ട്. അപ്പൊ പുള്ളി നെക്സോൺ AMG ഒരെണ്ണം വാങ്ങി അപ്പുറം ഷെഡിൽ ഇട്ടിട്ടുണ്ട്. അത് ഇതുവരെ വിറ്റ് പോയിട്ടില്ല. അത്ര ഒന്നുമില്ല, അത്ര ഓവറാക്കൊന്നും വേണ്ടായിരുന്നു പുള്ളി. പക്ഷെ വണ്ടി നല്ല വണ്ടിയാണ്. ആൾക്കാർ അതിലേക്ക് യൂസ്ഡ് ആകുമ്പോഴത്തേനും നമുക്ക് ഇത്രയും വലിയ വണ്ടികൾ, എസ്പെഷ്യലി നമുക്കറിയാലോ നമ്മൾ ഇത്രയും വലിയൊരു വണ്ടി എടുത്തിട്ട് ഫ്യൂൽ എഫിഷ്യൻസി എങ്ങനെയാണ് അഫക്ട് ചെയ്തത്. നമ്മുടെ ലോക്കൽ ട്രിപ്സ് ഒക്കെ ഇപ്പം വീണ്ടും ബാക്ക് ടു ബൈക്ക് എന്നുള്ള നമ്മളൊരു കുറച്ചുകൂടെ യങ് ആയല്ലോ, പിന്നെ ബൈക്കിലോട്ട് മാറി. അപ്പൊ നേരത്തെ ആ കേട്ടണ്ണു വാങ്ങാറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നതൊക്കെ ആ ഒരു ഇതിലായിരുന്നെങ്കിൽ ഇപ്പൊ നേരെ തിരിച്ച് വീണ്ടും ബൈക്കിലോട്ട് മാറി. സോ അതുകൊണ്ട് റീസെയിൽ വാല്യൂ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ മാറി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും. അത് മാത്രമല്ല സർവീസ് വേറൊരു വലിയൊരു ബിഗ് ഫാക്ടറാണ്. സോ ഞാൻ ആക്ച്വലി നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ പർപ്പസ് നോക്കി എടുക്കുക. ഫ്യൂൽ എഫിഷ്യൻസി ആണ് നമ്മളെപ്പോലെയുള്ള മിഡിൽ ക്ലാസിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു വേണ്ട സാധനം, ഒരു വാണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതില്ലാതെ പോയിട്ട് വലിയ വണ്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ചെറിയ വണ്ടികൾ എടുക്കാൻ വേണ്ടി ഷോറൂമിൽ കയറി ഇറങ്ങേണ്ട വരും. പിന്നെ അവരുടെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കേണ്ടി വരും. ഇപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ശരി, നമുക്ക് ഈ എന്തൂസിയാസ് ലെവൽ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. ഒരു ചോദ്യം ഞാൻ മറന്നു. ഇനി നീ ആർക്കെങ്കിലും ടാറ്റ സജസ്റ്റ് ചെയ്യോ? അത് വണ്ടിയുടെ ബേസിലാവണ്ട, സർവീസ് കൂടെ ഉൾപ്പെടുത്തിയിട്ട് ചോദിക്കാം. ഞാൻ ഫുൾ ആയിട്ട് പറയണേ ഇല്ല. എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന സർവീസാണ്. അതായത് ഒരു വണ്ടി ഒരു പ്രശ്നം വന്ന് റോഡിൽ കിടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വണ്ടിയായിട്ട് നമ്മളൊരു പ്രശ്നമായിട്ട് ചെല്ലുമ്പോഴോ അത് മാറ്റി തരുമ്പോഴേ നമുക്ക് കൊടുത്ത കാശിനൊരു മുതലാണ്. നമ്മളൊരു വണ്ടി എടുത്തു വെച്ചിട്ട് കാര്യമില്ല. എന്തായാലും വണ്ടിയുടെ സർവീസ് നമുക്ക് അത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കമ്പനി സർവീസ് ആരും ആഗ്രഹിക്കുന്നത്. കമ്പനി സർവീസ് മോശമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടി കയ്യിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല. ഈ റീസെയിൽ വാല്യൂ കുറയാനുള്ള മെയിൻ കാരണങ്ങൾ എന്താ? ഈ സർവീസ് ചെയ്യാനായിട്ട് ആൾക്കാരില്ല. ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താലും അതിന് വല്ല കുഴപ്പം വന്നാൽ മാറ്റിത്തരാൻ ആൾക്കാർ വേണ്ട. ബേസിക്കലി ട്രോഫി ആയിട്ട് കയ്യിൽ ഇരിക്കരുത്, അത്രേ ഉള്ളൂ. നമുക്ക് നല്ല ബെറ്റർ സർവീസ് കിട്ടുക, ബെറ്റർ റിലയബിലിറ്റി ഉള്ള വണ്ടികൾ. അതുകൊണ്ടല്ലേ ഈ സുസുക്കിയുടെ വണ്ടികൾക്ക് ഇത്രയും ഡിമാൻഡ് വരുന്നത്, പ്ലസ് മൈലേജ്. എക്സാക്ട്ലി, അതാണ് ഒരു ഇത്. അപ്പൊ ഇനി ടാറ്റക്കാർക്ക് സജസ്റ്റ് ചെയ്തില്ല. പക്ഷെ ഞാൻ അപ്പോഴും പറഞ്ഞത് ടാറ്റയുടെ വണ്ടിയെ ബേസ് ചെയ്തിട്ടില്ല, സർവീസ് ഇപ്പോഴും ശരിയായിട്ടില്ല. അതിനിപ്പം ടൊയോട്ട മറ്റേ ലെക്സോൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഇറക്കിയാലോ അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ മലയാളം മോട്ടോഴ്സോ, ഇതെല്ലാം ഓരോ ബ്രാൻഡ്സ് ആണ്. അത് ടാറ്റയുടെ സർവീസ് ഡീലേഴ്സ്. അതേപോലെ നേരത്തെ മറ്റേ പൂട്ടിച്ച ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, NCS. അപ്പൊ ഇതെല്ലാം ഈ ഇഷ്യൂസ് കാരണമാണ്. ഇതൊക്കെ പിടിച്ചു നിൽക്കുന്ന വെച്ചാൽ തട്ടിമുട്ടി നിൽക്കുന്നേ ഉള്ളൂ. ഈ എല്ലാവർക്കും ഇപ്പോഴും ടാറ്റയുടെ സർവീസിനെ കുറിച്ച് ഭയങ്കര മോശം അഭിപ്രായം. ഇപ്പൊ ഇത്രയും നല്ല കാറുകൾ ഇറങ്ങിയിട്ടും, ടാറ്റ ഹാരിയർ പോലൊക്കെ ഉള്ള കാറുകൾ ഇറങ്ങിയിട്ടും സർവീസ് മോശം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി രണ്ട് ഹതഭാഗ്യരായിട്ടുള്ള കോമ്പാക്ട് SUV യൂസേഴ്സിന്റെ ഓണർഷിപ്പ് റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള എക്സ്പീരിയൻസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നെക്സോനെ പറ്റിയോ അല്ലെങ്കിൽ എൻ്റെ റെനോ കൈഗറെ പറ്റിയോ ഒക്കെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വാഹനങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പിങ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, നിങ്ങൾ ആൻസർ ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനി ഉണ്ടാവും. നമ്മുടെ കൂട്ടത്തിൽ ഇതുപോലുള്ള ഹതഭാഗ്യരായിട്ടുള്ള ആൾക്കാർ കുറെ അധികം ഉണ്ട്. അപ്പോൾ കീപ് അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.